യിരെമ്യാവ് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. യഹോവയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ചു അവനിൽ പുകഴുകയും ചെയ്യും. യഹൂദാ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴുവീൻ. യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ചു ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായിട്ട് പരിച്ഛേദന ചെയ്തു നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. യഹൂദയിൽ അറിയിച്ചു യെരൂശലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളമൂതുവാൻ പറവീൻ. കൂടി വരുവീൻ, നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാം എന്ന് ഉറക്കെ വിളിച്ചു പറവീൻ. സീയോന് കൊടി ഉയർത്തുവീൻ, നിൽക്കാതെ ഓടിപ്പോകുവീൻ. ഞാൻ വടക്ക് നിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും. സിംഹം പള്ളിക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു. ജാതികളുടെ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തന്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു. അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികൾ ഇല്ലാതവണ്ണം നശിപ്പിക്കും. ഇതു നിമിത്തം രട്ടുടുപ്പീൻ, വിലപിച്ചു മുറയിടുവീൻ. യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറിയിട്ടില്ലല്ലോ. എന്നാൽ രാജാവിന്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും. പുരോഹിതന്മാർ ഭ്രമിച്ചു, പ്രവാചകന്മാർ സ്തംഭിച്ചു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, പ്രാണനിൽ വാൾ കടന്നിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നീ ഈ ജനത്തെയും യെരൂശലേമിനെയും ഏറ്റവും വഞ്ചിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ആ കാലത്ത് ഈ ജനത്തോടും യെരൂശലേമിനോടും പറവാനുള്ളതെന്തെന്നാൽ, മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ് പേറ്റുവാനല്ല കൊഴുപ്പാനുമല്ല എന്റെ ജനത്തിന്റെ പുത്രിക്ക് നേരെ ഊതും. ഇതിലും കൊടുതായ ഒരു കാറ്റ് എന്റെ കൽപ്പനയാൽ വരും. ഞാനിപ്പോൾ തന്നെ അവരോട് ന്യായവാദം കഴിക്കും. ഇതാ അവൻ മേഘങ്ങളെപ്പോലെ കയറി വരുന്നു. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റുപോലെയാകുന്നു. അവന്റെ കുതിരകൾ കഴുക്കളെക്കാളും വേഗതയുള്ളവ. അയ്യോ കഷ്ടം, നശിച്ചല്ലോ യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും. ദാനിൽ നിന്ന് ഉറക്കെ ഘോഷിക്കുന്നു, എഫ്രയീം മലയിൽ നിന്ന് അനർത്ഥത്തെ പ്രസിദ്ധമാക്കുന്നു. ജാതികളോട് പ്രസ്താവിപ്പീൻ, ഇതാ കോട്ട വളയുന്നവർ ദൂരദേശത്തു നിന്ന് വന്നു യഹൂദാ പട്ടണങ്ങൾക്ക് നേരെ ആർപ്പ് വിളിക്കുന്നു എന്ന് യെരൂശലേമിനോട് അറിയിപ്പീൻ. അവൾ എന്നോട് മത്സരിച്ചിരിക്കൊണ്ട് അവർ വയലിലെ കാവൽക്കാരെ പോലെ അവളുടെ നേരെ വന്ന് ചുറ്റും വളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ നടപ്പും പ്രവൃത്തികളും ഹേതുവായിട്ടത്രേ ഇവ നിനക്ക് വന്നത്. ഇത്ര കയ്പായിരിക്കാനും നിന്റെ ഹൃദയത്തിന് തട്ടുവാനും കാരണം നിന്റെ ദുഷ്ടത തന്നെ. അയ്യോ എന്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ എന്റെ ഹൃദയഭിത്തികൾ എന്റെ നെഞ്ചിടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എന്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിന്റെ ആർപ്പവിളിയും കേട്ടിരിക്കുന്നു. നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു. ദേശമൊക്കെയും ശൂന്യമായി പെട്ടെന്നു എന്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എന്റെ തിരശീലകളും കവർച്ചയായിപ്പോയി. എത്രത്തോളം ഞാൻ കൊടി കണ്ടു കാവളധ്വനി കേൾക്കേണ്ടി വരും. എന്റെ ജനഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്കൊട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലാതെയിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകൾ എല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞുപോയിരിക്കുന്നു. യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളകയില്ല. ഇതു നിമിത്തം ഭൂമി വിലപിക്കും, മീതെ ആകാശം കറുത്തുപോകും. ഞാൻ നിർണയിച്ചു അരുളിച്ചെയ്തിരിക്കുന്നു, ഞാൻ അനുതപിക്കുകയില്ല, പിന്മാറുകയുമില്ല. കുതിരച്ചേവകരുടെയും വില്ലാളികളുടെയും ആരവം ഹേതുവായി സകല നഗരവാസികളും ഓടിപ്പോകുന്നു. അവർ പള്ളിക്കാടുകളിൽ ചെന്ന് പാറകളിന്മേൽ കയറുന്നു. സകല നഗരവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആരും അവിടെ പാർക്കുന്നതുമില്ല.
ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്തു ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. ഈറ്റുനോവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു. നെടുവീർപ്പിട്ടും കൈമലർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം, എന്റെ പ്രാണൻ കുലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നുവെന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം തന്നെ.